ആറാം ക്ലാസ്സിലെ ക്രിസ്മസ് പരീക്ഷയുടെ കണക്കിൻ്റെ ചോദ്യപേപ്പറിൻ്റെ വിശദീകരണമാണ് 2023-24 വർഷത്തെ അർദ്ധവാർഷിക മൂല്യനിർണ്ണയം ക്ലാസ് 6 ഗണിതമാണ്. പ്രവർത്തനം 1 എന്താണെന്ന് നോക്കാം. ചതുരക്കട്ടയുടെ ആകൃതിയിലുള്ള ഒരു സോപ്പിൻ്റെ നീളം 10 സെൻറ്റിമീറ്റർ, വീതി 5 സെൻറ്റിമീറ്റർ, ഉയരം 2 സെൻറ്റിമീറ്റർ ആണ്. 3 നീളം, വീതി, ഉയരം എന്ന 3 അളവ് തന്നിട്ടുണ്ട്. സോപ്പിൻ്റെ വ്യാപ്തം എത്രയാണെന്നാണ്. വ്യാപ്തം കണ്ടുപിടിക്കേണ്ട സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏതൊരു വസ്തുവിൻ്റെയും വ്യാപ്തം കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്താണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇത് 3 കൂടി ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് വ്യാപ്തം കിട്ടും. അപ്പം നീളം ഇവിടെ എത്രയാണെന്ന് പറഞ്ഞിട്ടുണ്ട്. നീളം ഇവിടെ എത്രയാണ്? 10 സെൻറ്റിമീറ്റർ, വീതി 5 സെൻറ്റിമീറ്റർ, അതുപോലെ ഉയരം 2 സെൻറ്റിമീറ്റർ. അപ്പം 3 തന്നിട്ടുണ്ട്. ഇത് 3 കൂടി ഗുണിച്ചാൽ മതി. എത്ര വരും? 5 10 10 10 100. 100 സെൻറ്റിമീറ്റർ 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 ഘന സെൻറ്റിമീറ്റർ, അഥവാ 100 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതാണ് ഒന്നാമത്തേൻ്റെ ഉത്തരം. ഒന്നാമത്തേൻ്റെ ഉത്തരം 100 ഘന സെൻറ്റിമീറ്റർ എന്നുള്ളതാണ്. രണ്ടാമത്തത് 40 സെൻറ്റിമീറ്റർ നീളവും 20 സെൻറ്റിമീറ്റർ വീതിയും 10 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ഒരു ചതുരപ്പെട്ടിയിൽ ഇത്തരം കുറേ സോപ്പുകൾ അടുക്കി വയ്ക്കുന്നു. ഈ ചതുരപ്പെട്ടിയിൽ പരമാവധി എത്ര സോപ്പുകൾ അടുക്കി വെക്കാം? അപ്പം ചതുരപ്പെട്ടിയുടെ ഉള്ളളവ് നമ്മൾ കണ്ടുപിടിക്കണം ആദ്യം. ഉള്ളളവ് എന്ന് വെച്ചാൽ വ്യാപ്തം തന്നെയാണ്. അപ്പം ചതുരപ്പെട്ടിയുടെ ഉള്ളളവ് എന്ന് പറയുന്നതും സമവാക്യം എന്ത് തന്നെയാണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം തന്നെയാണ്. ചതുരപ്പെട്ടിയുടെ നീളം എത്രയാണ്? ചതുരപ്പെട്ടിയുടെ നീളം 40 സെൻറ്റിമീറ്റർ നീളം, 20 സെൻറ്റിമീറ്റർ വീതി, 10 സെൻറ്റിമീറ്റർ ഉയരം. നീളം 40 സെൻറ്റിമീറ്റർ, വീതി 20 സെൻറ്റിമീറ്റർ, ഉയരം 10 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇത് ഗുണിച്ച് കഴിഞ്ഞാൽ 4 2 8, 1 8 8 1 2 3 0. 800 ഘന സെൻറ്റിമീറ്റർ ആണ് അതിൻ്റെ ഉള്ളളവ്. ഒരു സോപ്പ് 100 സെൻറ്റിമീറ്റർ ക്യൂബ് കാണും. അപ്പം 800 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഒരു സോപ്പിന് 100 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഈ പെട്ടിയിൽ 800 സെൻറ്റിമീറ്റർ ക്യൂബ് സ്ഥലമുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് എത്ര സോപ്പ് കൊള്ളുമെന്നാണ്. അപ്പോൾ സോപ്പുകളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? സോപ്പുകളുടെ എണ്ണം സമം, അതായത് കാർഡ്ബോർഡ് പെട്ടിയുടെ വ്യാപ്തത്തെ, ഉള്ളളവിനെ വ്യാപ്തം കൊണ്ട്, ഒരു സോപ്പിൻ്റെ വ്യാപ്തം കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ ഉള്ളളവ് 8000 ആണ്. 8000 സെൻറ്റിമീറ്റർ ക്യൂബിനെ എത്ര കൊണ്ട് ഹരിച്ചാൽ മതി? 100 സെൻറ്റിമീറ്റർ ക്യൂബ് കൊണ്ട് ഹരിച്ചാൽ മതി. 8000ത്തെ 100 കൊണ്ട് ഹരിച്ചാൽ നമുക്ക് വേണമെങ്കിൽ ക്യാൻസലേഷൻ ചെയ്യാം. 0 അവസാനത്തെ 0, 10 കൊണ്ട് ഹരിച്ച് കഴിഞ്ഞാൽ 2നെയും നമ്മൾ 10 കൊണ്ട് ലഘൂകരിച്ചാൽ 0 0 പോകും. അപ്പോൾ 800/10 ആവും. വീണ്ടും 10 കൊണ്ട് തന്നെ ഹരിക്കാം. ഇതിൽ 10 10 പോയി കഴിഞ്ഞാൽ വീണ്ടും ഓരോ 0 പോകും. പിന്നെ മുകളിലും താഴെ സെൻറ്റിമീറ്റർ ക്യൂബാണ്, അത് രണ്ടും വെട്ടാം. 80/1 എന്ന് വെച്ചാൽ 80 എന്നാണ്. അപ്പോൾ ആ കാർഡ്ബോർഡ് പെട്ടിയിൽ ഉൾക്കൊള്ളുന്ന സോപ്പുകളുടെ എണ്ണം എത്രയാണ്? 80 സോപ്പുകൾ. ഇപ്പം രണ്ടാമത്തേൻ്റെ ഉത്തരം എത്രയാണ്? 80 സോപ്പുകൾ എന്നാണ്. ഇനി നമുക്ക് മൂന്നാമത്തെ, അതിൻ്റെ അകത്ത് തന്നെ മൂന്നാമത്തെ സി ആണ്. സി എന്താണ് ചോദ്യം? നോക്കിക്കേ. 20 ഘന സെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു ചതുരക്കട്ടയുടെ നീളം 20 ഘന സെൻറ്റിമീറ്റർ, 20 സെൻറ്റിമീറ്റർ ക്യൂബ്, 20 സെൻറ്റിമീറ്റർ ക്യൂബ് വ്യാപ്തമുള്ള ഒരു ചതുരക്കട്ടയുടെ നീളം, വീതി, ഉയരം എന്നിവ ആകാൻ സാധ്യതയില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്?
അപ്പോൾ വ്യാപ്തം 20 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ നീളവും വീതിയും ഉയരവും ഗുണിച്ചു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇവിടെ നോക്കണം, ശ്രദ്ധിക്കണം. 20 ഘനസെൻറ്റിമീറ്റർ വ്യാപ്തമുള്ള ഒരു ചതുരക്കട്ടയുടെ വ്യാപ്തം എത്രയാണ്? നീളവും വീതിയും ഉയരവും ഗുണിച്ചു കഴിഞ്ഞാൽ 20 സെൻറ്റിമീറ്റർ ക്യൂബാണ്. എന്നിവ ആകാൻ സാധ്യതയില്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നത് ഏതാണ്? സാധ്യതയില്ലാത്തത്. അപ്പം ഇതിൽ നമുക്ക് ഇത് 3 കൂടി ഗുണിച്ചു കഴിഞ്ഞാൽ 20 വരാത്തത് ഏത് എന്നാണ് ചോദ്യം. ആദ്യത്തെ ഗുണിച്ചു നോക്കാം. 10ഉം 2ഉം റൈറ്റ് 2 20, 21 20. ഇത് 20 സെൻറ്റിമീറ്റർ ക്യൂബ് വരും, നീളവും വീതിയും ഉയരവും ഗുണിച്ചു കഴിഞ്ഞാൽ. അടുത്തതോ 21 20. ആ 20നെ വീണ്ടും 1 കൊണ്ട് ഗുണിച്ചാൽ 20. ഏതൊരു സംഖ്യയെ 1 കൊണ്ട് ഗുണിച്ചു കഴിഞ്ഞാൽ അതേ സംഖ്യ തന്നെ കിട്ടും, അല്ലേ? 20നെ 1 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. വീണ്ടും ആ 20നെ 1 കൊണ്ട് ഗുണിച്ചാൽ 20 കിട്ടും. വീണ്ടും ഉത്തരം 20 സെൻറ്റിമീറ്റർ ക്യൂബാണ്. ഇനി അടുത്ത 3 5 15. 15 2 എത്രയാണ്? 30 സെൻറ്റിമീറ്റർ ക്യൂബ്. 4 20, 21 20 തന്നെ, 20 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇവിടെ 20 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലാത്തത് ഏതാണ്? 30 വന്നത് തേർഡ് വൺ. ഈ ഒരളവാണ് 5 സെൻറ്റിമീറ്റർ, 3 സെൻറ്റിമീറ്റർ, 2 സെൻറ്റിമീറ്റർ എന്നാണ് 20 സെൻറ്റിമീറ്റർ ക്യൂബ് അല്ലാതെ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത്രയുമാണ് പ്രവർത്തനം 1-ൻ്റെ. ഒന്നാമത്തെ ഉത്തരം 100 ഘനസെൻറ്റിമീറ്റർ, രണ്ടാമത്തെ 50 സോപ്പുകൾ, മൂന്നാമത്തെ തേർഡ് വണ്ണാണ് കറക്റ്റ് ആൻസർ. ഇനി നമുക്ക് പ്രവർത്തനം 2 എന്താണെന്ന് നോക്കാം. 6ാം ക്ലാസ്സിലെ 4 കുട്ടികളുടെ ഭാരമാണ് പട്ടികയിൽ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ക്രമ നമ്പർ ഉണ്ട്. 1 2 3 4 കുട്ടികൾ. അവരുടെ പേര് അമല്, സിനാന്, ജോണി, ഷഹാം. അവരുടെ ഭാരം കൊടുത്തിട്ടുണ്ട്. 24.160 കിലോഗ്രാം, 29.84 കിലോഗ്രാം, 24.90 കിലോഗ്രാം, 29.675 കിലോഗ്രാം. ഏറ്റവും കൂടുതൽ ഭാരമുള്ള കുട്ടി ആരാണ്? ഏറ്റവും കൂടുതൽ ഭാരമുള്ളത് നോക്കിയാൽ പോയിന്റിന് മുമ്പ് നോക്കിയാൽ ആദ്യം 24, 29, 24, 29. രണ്ടുപേര് 29-ലുണ്ട്. ഇനി അവരുടെ ഗ്രാം, ഇവിടെ പോയിന്റിന് ശേഷം ആദ്യത്തെ അക്കം 8, ഇവിടെ പോയിന്റിന് ശേഷം ആദ്യത്തെ അക്കം 6. പോയിന്റിന് ശേഷം ആദ്യത്തെ അക്കം 8 ഉള്ളതാണ് വലുത് വരുന്നത്. അപ്പോൾ ആരാണ് ഏറ്റവും ഭാരം കൂടുതൽ? സിനാനാണ്. സിനാൻ. ഇവിടെ 8 4 രണ്ടക്കമുള്ളൂ, ഇവിടെ 6 7 5 അങ്ങനെ കരുതരുത്. ഇവിടെ നമ്മൾ 8 4 കഴിഞ്ഞാൽ പിന്നെ അവസാനം 3 അക്കം അതിനൊരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ ഇത് ശരിക്കും 840 എന്നാകും. 840 ഗ്രാം ആകും. ഇതോ 675 ഗ്രാം ആകും. അപ്പം ഗ്രാം 3 അക്ക, പോയിന് ശേഷം 3 അക്ക വരേണ്ടത്. ഇവിടെ 2 അക്ക തന്നിട്ടുള്ളൂ. അപ്പോൾ മൂന്നാമതൊരക്കാക്കാൻ അവസാനം ഒരു 0 കൂടി ഇട്ട് കഴിഞ്ഞാൽ 3 അക്കമായി കിട്ടും. അപ്പം നമുക്ക് യഥാർത്ഥ നമ്പർ കിട്ടുന്നതായിരിക്കും. അങ്ങനെ നോക്കുമ്പോൾ ഇവിടെ 840 ഗ്രാം എന്നും ഇവിടെ 675 ഗ്രാം എന്നുമാണ് കാണുക. അങ്ങനെ വരുമ്പോൾ ആരാണ് കൂടുതൽ? സിനാനാണ് കൂടുതൽ. ഓക്കെ, നമുക്ക് എന്താണ് അടുത്ത ചോദ്യം എന്ന് നോക്കാം. അടുത്ത ചോദ്യം ഇവിടെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? താഴെ കൊടുത്തിരിക്കുന്നവയിൽ ജോണിയുടെ ഭാരത്തെ ഭിന്നസംഖ്യാ രൂപത്തിൽ സൂചിപ്പിക്കുന്നത് ഏതാണ്? ജോണിയുടെ ഭാരം ഇവിടെ എങ്ങനെയാണ് കാണിച്ചിരിക്കുന്നത്? 24.90 കിലോഗ്രാം എന്നാണ്. അപ്പം അതിന് ഭിന്നസംഖ്യാ രൂപത്തിലാക്കണം. ജോണിയുടെ ഭാരം എന്ന് പറയുന്നത് 24.90 അല്ലേ? ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിലേക്ക് മാറ്റണം. 24.90 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 0 പോയിന്റിന് മുമ്പുള്ളത് 24, പോയിന് ശേഷമുള്ളത് 90, ബൈ പോയിന് ശേഷം എത്ര അക്കമുണ്ട്? 2 അക്കം, ബൈ 100. അപ്പം ഇതിനെ നമുക്ക് 24.90 നമുക്ക് ഈ രീതിയിൽ എഴുതാം. പോയിന് മുമ്പുള്ള 24, പോയിന് ശേഷമുള്ള 90 അംശമായും, ബൈ പോയിന് ശേഷം 2 അക്കം ഉള്ളതുകൊണ്ട് 100 എന്ന് എഴുതാം. ഇതൊരു ശരിയായ ഉത്തരമാണ്. ഇതിനെ തന്നെ നമുക്ക് മറ്റൊരു രീതിയിൽ എഴുതാം. 24 എന്നുള്ളത് പൂർണ്ണസംഖ്യ,
90/100 ഇത് രണ്ടും 10ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് രണ്ടിനെയും 10 കൊണ്ട് ഹരിക്കാം. 100നെ 10 കൊണ്ട് ഹരിച്ചാൽ 10, 10 100. 90നെ 10 കൊണ്ട് ഹരിച്ചാൽ 9. അപ്പോൾ 9/10. 24 9/10 എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. രണ്ട് രീതിയിൽ ഇതിൻ്റെ ഉത്തരം എഴുതാം. 24 90/100 എന്ന് നമുക്ക് എഴുതാം. അതുപോലെ 24 9/10 എന്ന് വേണമെങ്കിൽ എഴുതാം. ഈ രണ്ട് ഉത്തരം ശരിയാണ്. ഇവിടെ ഏതൊക്കെ ഉത്തരം തന്നിരിക്കുന്നത്? ഇവിടെ 24 9/100 ആണ്. 9/100 എന്നുള്ളത് തെറ്റാണ്. 9/10 വേണ്ടിയിരുന്നത് തെറ്റ്. ഇനി 24 9/10 വന്നിട്ടുണ്ട്. ഈ ഒരു ഉത്തരം ശരിയാണ് നമുക്കറിയാം. 24 9/1000. 9/1000 വരില്ല, 9/10 വരാൻ പാടില്ല. അടുത്തത് 24 90/1000. അപ്പോൾ ഇവിടെ പോയിന്റ് ശേഷം 2 അക്കമാണ് വന്നിട്ടുള്ളൂ. പക്ഷേ ഇവിടെ അടിയിൽ 3 പൂജ്യമുണ്ട്. 2 പൂജ്യം ആയിരുന്നെങ്കിൽ ഓക്കെ ആയിരുന്നു. 3 പൂജ്യമുണ്ട്. അപ്പോൾ ഇതിനെ നമ്മൾ സൂചിപ്പിക്കുന്ന സംഖ്യ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയിൽ 3 പൂജ്യം ഉണ്ടെങ്കിൽ ഇത് 2.490 എന്നാണ് വരിക. നമ്മുടെ 2.490 അല്ല, 24 പോയിൻ്റാണ്. അപ്പോൾ ഇതും തെറ്റാണ്. അപ്പോൾ ശരിയായ ഉത്തരം എന്ന് പറയുന്നത് 24 9/10 എന്ന് പറയുന്ന സെക്കൻഡ് വണ്ണാണ് ശരിയായ ഉത്തരം. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ചോദ്യം. ഏറ്റവും ഭാരം കൂടിയ കുട്ടിയും ഏറ്റവും ഭാരം കുറഞ്ഞ കുട്ടിയും തമ്മിലുള്ള ഭാരവ്യത്യാസം. വ്യത്യാസം എന്ന് വെച്ചാൽ നമ്മൾ കുറച്ചാൽ മതി. ഏറ്റവും വലിയ സംഖ്യയും ഏറ്റവും ചെറിയ സംഖ്യയും തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ അതിനിവിടെ നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? ഏറ്റവും വലിയ സംഖ്യയും ചെറിയ സംഖ്യയും ഏതൊക്കെയാണെന്ന് ആദ്യം കണ്ടുപിടിക്കണം. ഓക്കെ, ഇപ്പോൾ നോക്കിക്കേ. ഏറ്റവും വലുത് സിനാൻ ഇതാണെന്ന് അറിയാം. ഏറ്റവും ചെറുത് 24 24 2 പേരുണ്ട്. ഇതിൽ പോയിന് ശേഷമുള്ള ആദ്യത്തെ സംഖ്യ ഇവിടെ 1 ആണ്. ഇവിടെ പോയിന് ശേഷം ആദ്യത്തെ സംഖ്യ 6 ആണ്. 6 ആണോ 1 ആണോ ചെറുത്? 1 ആണ് ചെറുത്. അമലാണ് ചെറുത്. അപ്പോൾ അമലും സിനാനും തമ്മിലാണ്. അമലാണ് ഏറ്റവും ഭാരം കുറഞ്ഞ കുട്ടി, സിനാനാണ് ഏറ്റവും ഭാരം കൂടിയ കുട്ടി. ഇവർ തമ്മിലുള്ള വ്യത്യാസം കണ്ടുപിടിക്കാൻ അത് തമ്മിൽ കുറച്ചാൽ മതി. അപ്പോൾ 29.84 മൂന്നാമതൊരക്കമില്ലാത്തതുകൊണ്ട് 0 ഇടാം. അതുപോലെ ഏറ്റവും കുറഞ്ഞത് 24.160. ഇവർ തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ കുറയ്ക്കുക. അപ്പോൾ 0 0 4 6 കുറയ്ക്കാൻ പറ്റില്ല, കടമെടുക്കുക. അപ്പോൾ ഇത് 7 ആകും, ഇത് 14 ആകും. 14 6 കുറച്ച് കഴിഞ്ഞാൽ 8 ആണ് അല്ലേ? 14 6 കുറച്ചാൽ 6 4 10 4 8 8 ആണ്. പിന്നെ 7 1 കുറച്ചാൽ 6 ആണ്. 9 4 കുറച്ചാൽ 5 ആണ്. 2 2 കുറച്ചാൽ 0 ആണ്. ഇനി ശരിയാണോ നോക്കാം. 0 0 0 8 6 14 4 ശിഷ്ടം 1 6 7 1 8 5 4 9 0 2. അപ്പം 5.680 കിലോഗ്രാം ആണ് ഇവർ തമ്മിലുള്ള വ്യത്യാസം. ഇതാണ് 5.680. രണ്ടാമത്തേൻ്റെ ഉത്തരം നമുക്ക് ഇവിടെ എഴുതാം. എത്രയാണ് നമുക്ക് കിട്ടിയത്? 5.680 കിലോഗ്രാം. അവർ തമ്മിൽ ഭാരം കൂടിയ ആളും ഭാരം കുറഞ്ഞ ആളും തമ്മിലുള്ള വ്യത്യാസം 5.680. അമൽ സിനാൻ എന്നിവരുടെ ശരാശരി ഭാരം എത്ര? അമലിൻ്റെയും സിനാൻ്റെയും ശരാശരി ഭാരം എന്ന് വെച്ചാൽ അവരുടെ ഭാരങ്ങൾ തമ്മിൽ കൂട്ടിയിട്ട്, ശരാശരി എന്ന് വെച്ചാൽ എന്താണ്? ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് 2 പേരുടെയും കൂട്ടിയിട്ട് എണ്ണം കൊണ്ട് ഹരിക്കുക അല്ലേ? അവിടെ നമുക്കറിയാം ശരാശരി എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തുക ബൈ എണ്ണം എന്നാണ്. അപ്പം അമലിൻ്റെയും സിനാൻ്റെയാണ്. അമലിൻ്റെ എത്രയാണ്? 24.160. സിനാൻ്റേത് 29.840 ആണ്. ഇത് തമ്മിൽ കൂട്ടുക, എന്നിട്ട് 2 കൊണ്ട് ഹരിക്കുക. ഇങ്ങനെയാണ് 24.160 29.840. എന്നിട്ട് എത്രയാ? 2 പേര്. അതുകൊണ്ട് ഹരിക്കുക. നമുക്കൊന്ന് കൂട്ടി നോക്കാം അല്ലേ? നോക്കാം. 24.160 29.840 കൂട്ടിക്കഴിഞ്ഞാൽ 0 6 4 10 0 ശിഷ്ടം 1 8 1 9 1 10 0 കുത്തിടുക. ശിഷ്ടം 1 9 1 10 4 14 4
ശിഷ്ടം 1, 2 2 4 1 5. എത്രയാണ്? 54.00. 54.000/2. 54.000 എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് 54 തന്നെയാണ്. 54/2. 54നെ 2 കൊണ്ട് ഹരിക്കുക എന്നാണ് അതിൻ്റെ അർത്ഥം. 54ൻ്റെ പകുതി. 54ൻ്റെ പകുതി എത്രയാണ്? 54നെ 2 കൊണ്ട് ഹരിച്ചാൽ മതി. 5ൽ 2 2 4, 5 4 കുറച്ചാൽ 1, 4 ഇറക്കി എഴുതി 14, 7 7 14. അപ്പോൾ അവരുടെ ശരാശരി ഭാരം എത്രയാണ്? 20. ശരാശരി ഭാരം നമുക്ക് കിട്ടുന്നത് 27 എന്നാണ്. അപ്പോൾ അമലിൻ്റെയും സിനാൻ്റെയും ശരാശരി ഭാരം എന്ന് പറയുന്നത് 27 കിലോഗ്രാമാണ്. ഓക്കെ, ഇതാണ് പ്രവർത്തനം 2ൻ്റെ ഉത്തരം. ഇനി നമുക്ക് പ്രവർത്തനം 3 നോക്കാം. ഇവിടെ ഒന്നാമത്തെ ചോദ്യം, 10 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൻ്റെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളുമെന്നാണ്. അപ്പോൾ 10 സെൻറ്റിമീറ്റർ വശം എന്ന് വെച്ചാൽ എല്ലാ വശവും 10. ക്യൂബ് എന്ന് വെച്ചാൽ എന്താണ്? എല്ലാ വശവും 10 സെൻറ്റിമീറ്റർ ആയിരിക്കും. ഇങ്ങനെയുള്ള ഒരു ക്യൂബിന് നീളവും 10, വീതിയും 10, ഉയരവും 10 ആയിരിക്കും. അപ്പം ക്യൂബിൻ്റെ വ്യാപ്തം കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്? വശം ഇൻറ്റു വശം ഇൻറ്റു വശം. അപ്പോൾ ഒരു വശം 10 ആണെങ്കിൽ 10നെ 3 തവണ ഗുണിക്കുക. അപ്പോൾ 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ ഇൻറ്റു 10 സെൻറ്റിമീറ്റർ എത്ര വരും? 10 10 100, 100 10 1000. 1000 ഘന സെൻറ്റിമീറ്റർ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം, അതല്ലെങ്കിൽ 1000 സെൻറ്റിമീറ്റർ ക്യൂബ്. അപ്പോൾ ഇതാണ് ആ ഒരു 10 സെൻറ്റിമീറ്റർ വശമുള്ള ക്യൂബിൻ്റെ ആകൃതിയിലുള്ള ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും എന്നാണ്. 1000 സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ വ്യാപ്തം. നമുക്കറിയാം 1000 സെൻറ്റിമീറ്റർ ക്യൂബ് എന്ന് പറഞ്ഞാൽ എത്ര ലിറ്ററാണ്? സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്കാക്കാൻ 1000 സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്കാക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. സെൻറ്റിമീറ്റർ ക്യൂബിലുള്ളതിനെ ലിറ്ററിലേക്കാക്കാൻ 1000 കൊണ്ട് ഹരിക്കുക. 1000ത്തെ 1000 കൊണ്ട് ഹരിച്ചാൽ എത്ര കിട്ടുക? 1 ലിറ്റർ. അപ്പം ഏതൊരു സംഖ്യയും അതേ സംഖ്യ കൊണ്ടിനെ ഹരിച്ചാൽ 1 ആണ് കിട്ടുക അല്ലേ? 2നെ 2 കൊണ്ട് ഹരിച്ചാൽ 1, 3നെ 3 കൊണ്ട് ഹരിച്ചാൽ 1, 10നെ 10 കൊണ്ട് ഹരിച്ചാൽ 1, 1000ത്തെ 1000 കൊണ്ട് ഹരിച്ചാൽ 1. അപ്പോൾ ഇവിടെ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഈ ഒരു ക്യൂബിൽ നമുക്ക് 1 ലിറ്റർ വെള്ളം കൊള്ളും. എത്രയാണ്? 1 ലിറ്റർ. രണ്ടാമത്തെ ചോദ്യം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 40 സെൻറ്റിമീറ്റർ നീളവും 30 സെൻറ്റിമീറ്റർ വീതിയും 20 സെൻറ്റിമീറ്റർ ഉയരവുമുള്ള ചതുരാകൃതിയായ ഒരു പാത്രത്തിൽ എത്ര ലിറ്റർ വെള്ളം കൊള്ളും? ഇവിടെ ചതുരാകൃതിയായ ഒരു പാത്രത്തിൻ്റെ ഉള്ളളവാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ഉള്ളളവ് കണ്ടുപിടിക്കേണ്ട സമവാക്യം നമ്മൾ പഠിച്ചിട്ടുണ്ട്. എന്താണ് ഉള്ളളവ് കണ്ടുപിടിക്കേണ്ട സമവാക്യം? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. അപ്പോൾ ഉള്ളളവ് എന്ന് വെച്ചാൽ എന്താണ്? നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം. ഇവിടെ നീളവും വീതിയും ഉയരവും തന്നിട്ടുണ്ട്. എത്രയാണ്? 40 സെൻറ്റിമീറ്റർ നീളം, 30 സെൻറ്റിമീറ്റർ വീതി, 20 സെൻറ്റിമീറ്റർ ഉയരം. അപ്പം 40 സെൻറ്റിമീറ്റർ ഗുണിക്കണം 30 സെൻറ്റിമീറ്റർ ഗുണിക്കണം 20 സെൻറ്റിമീറ്റർ. ഇത് ഗുണിച്ചാൽ എത്ര കിട്ടും? 3 12, 12 2 24, 24 1 2 3 0 സെൻറ്റിമീറ്റർ ക്യൂബ്. ഇപ്പം 24,000 സെൻറ്റിമീറ്റർ ക്യൂബാണ് അതിൻ്റെ ഉള്ളളവ്. ഇതിലിനി എത്ര ലിറ്റർ വെള്ളം കൊള്ളും? അപ്പം 24,000 സെൻറ്റിമീറ്റർ ക്യൂബിനെ ലിറ്ററിലേക്കാക്കാൻ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പം നമുക്ക് എന്ത് കിട്ടും? ലിറ്റർ കിട്ടും. 24,000ത്തെ 1000 കൊണ്ട് ഹരിക്കുക. 0 0 പോയി 0 0 കളയാം, 0 0 കളയാം. എത്ര ലിറ്ററാണ്? 24 ലിറ്റർ. അപ്പോൾ ആ ഒരു ചതുരാകൃതിയായ പാത്രത്തിൽ 24 ലിറ്റർ വെള്ളമാണ് കൊള്ളുന്നത്. അടുത്ത ചോദ്യം നോക്കിയേ. 2 മീറ്റർ നീളവും 1 മീറ്റർ വീതിയുമുള്ള ഒരു ടാങ്കിൽ 500 ലിറ്റർ വെള്ളം ഉണ്ട്. ടാങ്കിൽ എത്ര ഉയരത്തിൽ വെള്ളമുണ്ട്? അപ്പം 500 ലിറ്റർ എന്നുള്ളത് അതിൻ്റെ ഉള്ളളവാണ്.
അപ്പോൾ ഉള്ളളവ് ഇവിടെ തന്നിട്ടുണ്ട്. അതായത് വെള്ളത്തിൻ്റെ അളവ് എന്ന് പറഞ്ഞാൽ അത് ഉള്ളളവാണ്. അത് 500 ലിറ്റർ എന്നാണ്. 500 ലിറ്ററിനെ നമുക്ക് എന്താക്കാം? ഇവിടെ മീറ്ററിലാണ് തന്നിരിക്കുന്നത്. അപ്പോൾ 500 ലിറ്റർ എന്ന് പറഞ്ഞാൽ അത് എത്ര മീറ്റർ ക്യൂബ് ആണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കും. എന്ത് ചെയ്താൽ മതി? 500നെ 1000 കൊണ്ട് ഹരിച്ചാൽ അതിനെ മീറ്റർ ക്യൂബിലേക്ക് മാറും. 500നെ 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ ആ 500 ലിറ്ററിനെ മീറ്റർ ക്യൂബിലേക്ക് ആക്കാൻ നമ്മൾ എന്ത് ചെയ്താൽ മതി? 1000 കൊണ്ട് ഹരിച്ചാൽ മതി. അപ്പോൾ അത് മീറ്റർ ക്യൂബിലേക്ക് ആകുന്നതായിരിക്കും. കാരണം ഇവിടുത്തെ നീളവും 2 മീറ്റർ, വീതിയും 1 മീറ്റർ. നീളവും വീതിയും മീറ്ററിലാണ് തന്നിരിക്കുന്നത്. നമ്മൾ പഠിച്ചിട്ടുണ്ട് 1 മീറ്റർ ക്യൂബ് എന്ന് വെച്ചാൽ 1000 ലിറ്റർ ആണെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട്. 1 മീറ്റർ ക്യൂബ് 1000 ലിറ്റർ. അപ്പം 500 മീറ്റർ ക്യൂബ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 500 ലിറ്റർ എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ നേർപകുതിയാണ്. ഓക്കെ, 1 മീറ്റർ ക്യൂബിനെ 1000 കൊണ്ട് ഹരിക്കുന്നതാണ്. അപ്പം 500നെ 1000 കൊണ്ട് ഹരിച്ചു കഴിഞ്ഞാൽ നമുക്ക് എത്രയാണ് കിട്ടുക? 500 ഹരിക്കണം 1000 മീറ്റർ ക്യൂബ്. ഈ 0 പോയി, ഈ 0 പോയി. അപ്പോൾ 5/10. 5/10 എന്ന് വെച്ചാൽ എത്രയാണ്? 5നെയും 10നെയും 5 കൊണ്ട് ഹരിക്കാം. 1 5 5, 2 5 10. 1/2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, ഉള്ളളവ് 1/2 മീറ്റർ ക്യൂബ്. അപ്പം ഉള്ളളവ് എന്ന് വെച്ചാൽ എന്താണ്? ഉള്ളളവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നീളം ഗുണിക്കണം വീതി ഗുണിക്കണം ഉയരം എന്നുള്ളതാണ് എന്ത്? ഉള്ളളവ്. ഇവിടെ നീളം തന്നിട്ടുണ്ട് 2 മീറ്റർ ക്യൂബ്, വീതി 2 മീറ്റർ, വീതി 1 മീറ്റർ, ഉയരം അറിയില്ല. അതാണ് 1/2 മീറ്റർ ക്യൂബ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ 2 മീറ്റർ സ്ക്വയർ ഇൻറ്റു ഡാഷ് എന്ന് പറയുന്നത് 1/2 മീറ്റർ ക്യൂബാണ്. ഓക്കെ, അപ്പം 2നെ ഈ 2നെ നമ്മൾ നേരെ താഴേക്ക് സമത്തിൻ്റെ ഇപ്പുറത്ത് നിന്ന് നേരെ അപ്പുറത്തേക്ക് കൊണ്ടുപോയി കഴിഞ്ഞാൽ ഈ ഡാഷ് കിട്ടും. 1/2 ഇൻറ്റു ഗുണിക്കണം 2 ഇങ്ങോട്ടേക്ക് പോയി കഴിഞ്ഞാൽ എന്താവും? ഹരിക്കണം 2 എന്നാവും. /2 അടിയിൽ തന്നെ വരും. കഴിഞ്ഞാൽ 1/4 മീറ്റർ ക്യൂബ്. ഇവിടെ 2 മീറ്റർ സ്ക്വയറും കൂടി പോയി കഴിഞ്ഞാൽ മീറ്ററായിട്ട് മാറും. അപ്പോൾ 1/4 മീറ്റർ ആണ് ഇവിടുത്തെ ഒരു 1/4 മീറ്റർ ആണ് ഇതിൻ്റെ എന്ത് വരുന്നത്? ഉയരമായിട്ട് വരുന്നത്. ഇനി ഇത് നിങ്ങൾക്കൊരു ബുദ്ധിമുട്ടായി തോന്നിയെങ്കിൽ മീറ്ററിനെ നമുക്ക് വേണമെങ്കിൽ എന്താക്കാം? ഇവിടുത്തെ മീറ്ററിനെ വേണമെങ്കിൽ നമുക്ക് സെൻറ്റിമീറ്ററിലേക്ക് മാറ്റി ചെയ്യാം. അതെങ്ങനെയാണ് നോക്കാം. അത് ആ ഒരു രീതിയും കൂടി നോക്കാം. ഇപ്പോൾ 2 മീറ്റർ നീളം 2 മീറ്റർ എന്ന് പറഞ്ഞാൽ 200 സെൻറ്റിമീറ്റർ. വീതി 1 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 100 സെൻറ്റിമീറ്റർ. പിന്നെ ഉയരമാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. പിന്നെയുള്ളത് ഉള്ളളവ്. ഉള്ളളവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 500 ലിറ്ററാണ്. 500 ലിറ്ററിനെ സെൻറ്റിമീറ്റർ ക്യൂബിലേക്ക് മാറ്റുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 500നെ 1000 കൊണ്ട് ഗുണിച്ചാൽ മതി. 3 സെൻറ്റിമീറ്റർ ക്യൂബാകും. അപ്പം 5ഉം 2 0 പിന്നീട് 3 0, 5 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബാകും. ഇനി നമുക്ക് ഉയരം കണ്ടുപിടിക്കേണ്ട സമവാക്യം നമുക്കറിയാം. ഉയരം എന്ന് പറഞ്ഞാൽ എന്താണ്? ഉള്ളളവ് അല്ലെങ്കിൽ വ്യാപ്തം ബൈ നീളം ഗുണിക്കണം വീതി എന്നുള്ളതാണ് ഉള്ളളവ്. എന്നുവെച്ചാൽ ഉള്ളളവ് ഇവിടെ എത്രയാണ്? 5 ലക്ഷം സെൻറ്റിമീറ്റർ ക്യൂബ് ബൈ നീളം 200 സെൻറ്റിമീറ്റർ ഇൻറ്റു വീതി 100 സെൻറ്റിമീറ്റർ. ഇതിൽ നിന്നും പൂജ്യങ്ങൾ വെട്ടാം. ഈ 0 0, ഈ 0 0, 200 0 0, ഇതും വെട്ടിക്കഴിഞ്ഞാൽ
പിന്നെ ഇവിടുത്തെ 2 സെൻറ്റിമീറ്റർ ഓരോ സെൻറ്റിമീറ്റർ വെച്ച് വെട്ടിക്കഴിഞ്ഞാൽ ഇവിടെ 3 സെൻറ്റിമീറ്റർ ഉണ്ട്. പിന്നെ 1 സെൻറ്റിമീറ്റർ മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. അപ്പോൾ നമുക്ക് 50 സെൻറ്റിമീറ്റർ ബൈ 1 2 2 2 50 സെൻറ്റിമീറ്റർ ബൈ 2. 50ൻ്റെ പകുതി എത്രയാണ്? 50നെ 2 കൊണ്ട് ഹരിച്ചാൽ 25 സെൻറ്റിമീറ്റർ ആണ്. ഇനി ഈ 25 സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ എന്ത് ചെയ്താൽ മതി? സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് ആക്കാൻ 25നെ 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. അപ്പം 100 കൊണ്ട് ഹരിച്ചാൽ മതി. 25നെ 100 കൊണ്ട് ഹരിച്ചാൽ 25 ബൈ 100 മീറ്റർ. അപ്പം 100 കൊണ്ട് ഹരിച്ചാൽ പോയിൻ്റ് എവിടെ വരും? 2 സ്ഥാനം ഇങ്ങോട്ട് മാറും. എന്ന് വെച്ച് കഴിഞ്ഞാൽ 0.25 മീറ്റർ എന്ന് വെച്ചാൽ 1/4 മീറ്റർ. ഇനി അതല്ല, ഇതിനെ വെട്ടിക്കുറയ്ക്കാന്നില്ല. 25നെയും 100നെയും നമുക്ക് 5 കൊണ്ട് ഹരിക്കാം. 5 25, 2 5 10 20, 5 ബൈ 20 മീറ്റർ. ഇതിനെ വീണ്ടും നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 5 കൊണ്ട് വെട്ടിക്കുറയ്ക്കാം. 5 5 14. അപ്പോൾ 1 ബൈ 4 മീറ്റർ, 1/4 മീറ്റർ എന്ന് കിട്ടും. 1/4 മീറ്ററിൻ്റെ ദശാംശ രൂപമാണ് 0.25 മീറ്റർ. അത് തന്നെയാണ് അതിൻ്റെ ഉത്തരം. നമുക്ക് ഇതിൻ്റെ ഉയരം എന്ന് പറഞ്ഞാൽ 1/4 മീറ്റർ അല്ലെങ്കിൽ 0.4 മീറ്റർ അതല്ലെങ്കിൽ 0.25 മീറ്റർ എന്ന് കിട്ടും. ഇതാണ് അതിൻ്റെ ഉത്തരമായിട്ട് ലഭിക്കേണ്ടത്, ഉയരം. ഓക്കെ, ഇനി നമുക്ക് പ്രവർത്തനം 4 നോക്കാം. പ്രവർത്തനം 4. ജനൽ ഉണ്ടാക്കുന്നതിനായി താഴെ പറയുന്ന അളവിൽ കമ്പികൾ മുറിച്ചെടുക്കേണ്ടതുണ്ട്. 1.5 മീറ്ററിൻ്റെ 8 എണ്ണം, 3/4 മുക്കാൽ മീറ്ററിൻ്റെ 12 എണ്ണം, 1/4 മീറ്റർ, 1/4 മീറ്ററിൻ്റെ 12. ഇത്രയും കമ്പികൾ മുറിച്ചെടുത്താലേ നമുക്ക് ജെൽ ഉണ്ടാക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നാമത്തെ ചോദ്യം എന്ന് നോക്കാം. 1.5 മീറ്റർ നീളത്തിൽ 8 കമ്പികൾ മുറിച്ചെടുക്കാൻ ആകെ എത്ര മീറ്റർ കമ്പി വേണം? അപ്പോൾ 1.5 മീറ്ററുള്ള 8 കമ്പികൾ. അപ്പോൾ 1.5 മീറ്ററിലുള്ള 8 കമ്പികൾ വെച്ചാൽ 1.5നെ 8 കൊണ്ട് ഗുണിച്ചാൽ മതി. 1.5നെ 8 കൊണ്ട് ഗുണിക്കാൻ നമുക്ക് ആദ്യം ഇതിനെ മിശ്രിത ഭിന്നത്തെ വിഷമ ഭിന്നമാക്കണം. അതിന് 1.5 എന്താക്കിയാൽ മതി? ഗുണിച്ചെഴുതുക അല്ലേ? 1 2 2ഉം മോളത്തുനിന്ന് കൂട്ടുക. 1 2 2 1 3/2 ഇൻറ്റു 8. ഇനി ഇത് ഗുണിച്ച് ഹരിച്ചാൽ മതി. 3 8 24/2. 24നെ 2 കൊണ്ട് ഹരിക്കുക വെച്ചാൽ 24ൻ്റെ പകുതി കണ്ടാൽ മതി. 1 2 2 1 2 2 2 4 എത്രയാണ്? 12 എണ്ണം. അപ്പോൾ 1.5 മീറ്ററുള്ള 8 കമ്പികൾ മുറിച്ചെടുക്കാൻ ആകെ എത്ര മീറ്റർ കമ്പി വേണം? 12 എണ്ണം വേണം. 12 മീറ്റർ കമ്പിയാണ് വേണ്ടത്. ഇനി വേറൊന്നുണ്ട്. 1.5യെ 8 കൊണ്ട് ഗുണിക്കുക വെച്ചാൽ 8 8 പ്ലസ് 8ൻ്റെ അര. 8ൻ്റെ അര എന്ന് വെച്ചാൽ 8ൻ്റെ പകുതി 4. 8 4 12 മീറ്റർ. ഇങ്ങനെ ഷോർട്ടായിട്ടും ചെയ്യാം. 1.5 എന്ന് പറഞ്ഞാൽ 1 കൊണ്ട് 8നെ ഗുണിക്കുക. ഉണ്ടോ? ഇങ്ങനെ 1.5 ഇൻറ്റു 8 എന്ന് പറഞ്ഞാൽ ആദ്യം 1നെ 8 കൊണ്ട് ഗുണിക്കുക. 1 8 8 പിന്നെ കൂട്ടുക പ്ലസ് അരയെ 8 കൊണ്ട് ഗുണിക്കുക. 8ൻ്റെ അര, 8ൻ്റെ പകുതി 4. അങ്ങനെ നമുക്ക് 12 മീറ്റർ എന്ന് ഉത്തരം കിട്ടും. ഇനി അതിൽ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. 6 മീറ്റർ നീളമുള്ള ഒരു കമ്പിയിൽ നിന്ന് 3/4 മീറ്റർ വീതം നീളമുള്ള എത്ര കമ്പികൾ മുറിച്ചെടുക്കാം? എത്ര പീസാക്കാം? എത്ര ഭാഗങ്ങളാക്കാം എന്നാണ്. ഭാഗങ്ങളാക്കുക എന്ന് പറഞ്ഞാൽ ഹരിക്കുക എന്നാണ് ഇത്. 6 മീറ്ററിനെ 3/4 ഭാഗം വെച്ച് ഹരിക്കണം. 6 ഹരിക്കണം 3/4 ഭാഗം 4/1. 6നെ നേരിട്ട് 3/4 കൊണ്ട് ഹരിക്കാൻ പറ്റില്ല. നമ്മൾ ഹരണത്തെ ഗുണനമാക്കും അല്ലേ? ഹരണം എന്താകും? ഗുണനമാകും. അതുപോലെ 3/4ൻ്റെ വിൽക്രമം നേരെ തിരിച്ചെഴുതും. 4/3. ഇങ്ങനെയാണ് ഭിന്നസംഖ്യകളുടെ ഹരണം വരുന്നത്. 6 4 24/3. 24ൽ എത്ര 3 ഉണ്ട്? ഒരു 3 3. 24ൽ എത്ര 3 ഉണ്ട്? 8 24. 8 എണ്ണം. അപ്പം 6 മീറ്ററുള്ള ഒരു കമ്പിയെ 3/4 മീറ്റർ കൊണ്ട് നമ്മൾ 3/4 മീറ്റർ ആയിട്ടുള്ള പീസുകളായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ, മുറിക്കുക വെച്ചാൽ ഭാഗിക്കുക വെച്ചാൽ ഹരിക്കുക, നമുക്ക് എത്ര എണ്ണം കിട്ടും? 8 എണ്ണം കിട്ടും. ഇതിൻ്റെ ഉത്തരം 8 എണ്ണം. അടുത്തത് ജനൽ ഉണ്ടാക്കുന്നതിന് ആകെ എത്ര മീറ്റർ കമ്പി വേണം? ജനൽ ഉണ്ടാക്കുന്നതിന് ആകെ എത്ര മീറ്റർ കമ്പി വേണമെന്ന് വെച്ചാൽ 1.5 മീറ്ററിൻ്റെ 8 എണ്ണം. അപ്പം
1.5 മീറ്ററിൻ്റെ 8 എണ്ണം. അതെത്രയും നമ്മൾ കണ്ടിട്ടുണ്ട് അല്ലേ? 1 8 8ഉം 8ൻ്റെ പകുതി 4, 12 മീറ്റർ. ഇനി 3/4 മീറ്ററിൻ്റെ 12 എണ്ണം, 3/4ൻ്റെ 12 എണ്ണം. അതാണ് ഗുണിച്ചാൽ 3 12 എത്രയാണ്? 23 6ഉം 1 3 36/4. 36ൽ എത്ര 4 ഉണ്ട്? 1 4 4, 4 9 36. 9 മീറ്റർ. ഇനി 1/4 മീറ്ററിൻ്റെ 12 എണ്ണം, 1/4 മീറ്റർ ഇൻറ്റു 12. 1 12 12/4. 12ൽ എത്ര 4 ഉണ്ട്? 1 4 4, 3 12, 3 മീറ്റർ. അപ്പോൾ നമുക്ക് 12 മീറ്റർ, 9 മീറ്റർ, 2 മീറ്റർ ഇത്രയും മീറ്ററുള്ള കമ്പി ഒട്ടാകെ വേണം. ഇത് ഒട്ടാകെ കിട്ടാൻ കൂട്ടുക. എത്ര മീറ്റർ കിട്ടുമെന്ന് നോക്കാം. 2ഉം 9ഉം 11, 11ഉം 2ഉം 13ന് 3, ശിഷ്ടം 1, 1 1ഉം 2. എത്രയാണ്? 23 മീറ്റർ കമ്പിയാണ് നമുക്ക് ആ ജനലുണ്ടാക്കാൻ വേണ്ടത്. ഒരു ജനലുണ്ടാക്കാൻ നമുക്ക് 23 മീറ്റർ കമ്പി വേണം. എത്ര വേണം? 23 മീറ്റർ. ഓക്കെ, ഇതാണ് പ്രവർത്തനം 4ൽ നിന്നും നമുക്ക് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് പ്രവർത്തനം 5 എന്താണെന്ന് നോക്കാം. 5ാമത്തെ പ്രവർത്തനം 36നെ അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി 2 × 2 3 × 3 എന്ന് എഴുതാം. ഓക്കെ, 36ന് എത്ര ഘടകങ്ങളുണ്ട്? അപ്പോൾ 2 × 2 3 × 3 ഇതിൽ വെച്ച് ഘടകങ്ങളുടെ എണ്ണം നമ്മൾ കണ്ടുപിടിക്കണം. നമുക്ക് നോക്കാം. 2 × 2 × 3 × 3 എന്നാണ് അല്ലേ? 2 എത്ര തവണ ഇവിടെ വരുന്നുണ്ട്? 2 2 തവണ, 2 സ്ക്വയർ. 3 എത്ര തവണ വരുന്നുണ്ട്? 3ഉം 2 തവണ, 2 സ്ക്വയർ 3 സ്ക്വയർ. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണം കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി? ഈ കൃതികൾ നോക്കിയാൽ മതി, ഈ പവറുകൾ. 2 ഇവിടെ, 2 പ്രാവശ്യം വരുന്നതുകൊണ്ട് 2 സ്ക്വയർ. അതിനെ ഈ 2നോട് 1 കൂട്ടുക. 2നോട് 1 കൂട്ടിയാൽ എത്ര വരും? 2 1 3 ഗുണിക്കണം. അപ്പോൾ 3 2 തവണ വരുന്നുണ്ട്, അതുകൊണ്ടാണ് 3 സ്ക്വയർ വന്നത്. അപ്പോൾ ഈ 2 തവണ എന്നുള്ളതിനോടും കൂടി 1 കൂട്ടുക. 2 1 3. അപ്പോൾ ഘടകങ്ങളുടെ എണ്ണം എന്ന് വെച്ചാൽ എത്രയാണ്? 3 എത്ര വരുന്നത്? 9. ഘടകങ്ങളുടെ എണ്ണം എത്ര വരുന്നത്? 9. ഇത് കണ്ടുപിടിക്കാൻ 2 ഗുണിക്കണം 2 3 ഗുണിക്കണം 3 എന്ന് വെച്ചാൽ 2ൻ്റെ സ്ക്വയർ 3ൻ്റെ സ്ക്വയർ. ആ സ്ക്വയറുകളോട് 1 കൂട്ടുക. ഏത് എത്രയാണ് വരുന്നത് അതിനോട് 1 കൂട്ടുക. അപ്പം അത് ഗുണിച്ചെഴുതുക. 3 9 എന്ന് നമുക്ക് കിട്ടും. വീണ്ടും ഉത്തരം കിട്ടി. എത്ര ഘടകങ്ങളാണ്? 9 ഘടകങ്ങൾ എന്ന് നമുക്ക് കിട്ടി. ഇനി 432നെ അഭാജ്യ ഘടകങ്ങളാക്കി അതിൻ്റെ എല്ലാ ഘടകങ്ങളും കണ്ടെത്തി എഴുതി. അപ്പം ആദ്യം 432നെ അഭാജ്യ ഘടകങ്ങളാക്കണം. 432നെ ഘടകക്രിയയാണ് നമ്മളിവിടെ ചെയ്യേണ്ടത്. 432നെ നമുക്ക് 2 കൊണ്ട്, ഇവിടെ ഇരട്ടസംഖ്യയാണ്, 2 കൊണ്ട് ഹരിക്കാം. അപ്പോൾ 4ൽ 2 തവണ പോകും, 3ൽ 2 1 തവണയേ പോകുള്ളൂ. 1 2 2 ആണ്, ഇവിടെ 3 ആണ്. 1 ശിഷ്ടം വരും. ആ 1 ശിഷ്ടം ഇങ്ങോട്ട് മാറ്റിയാൽ 12 ആകും. അത് 1 മുമ്പിൽ ഇട്ട് കൊടുക്കുക. അപ്പം അങ്ങനെ 12. 12ൽ എത്ര? 2 പോകും, 6. അതല്ലെങ്കിൽ 432നെ നേർപകുതി 216. 216നെ വീണ്ടും 2 കൊണ്ട് ഹരിക്കാം. 2ൽ 1 തവണ, 1 2 2. പിന്നെ 1 ആണ്. 1ൽ 2 പോകുമോ? ഇല്ല. അപ്പോൾ നമ്മളവിടെ 0 ഇടണം. അപ്പോൾ ഇവിടുത്തെ ഈ 1 ഇങ്ങോട്ടേക്ക് മാറി 16 മാറും. 16ൽ 8 തവണ, അതായത് 216ൻ്റെ പകുതി എന്ന് പറയുന്നത് 108 ആണ്. 18 എന്ന് എഴുതിയാൽ തെറ്റിപ്പോകും കേട്ടോ. അടുത്ത 2 1ൽ പോവില്ല, അപ്പോൾ 10 എടുക്കുക. 10ൽ 2 എത്ര തവണ പോകും? 5 തവണ. 8ലോ 4. 108ൻ്റെ പകുതി 54. ഇനി 54. 54ൻ്റെ 5ൽ എത്ര തവണ 2 പോകും? 2 2 4 ആണ്. 1 ശിഷ്ടം വരും. അപ്പോൾ ഇത് 14 മാറും. 1 4 14. 14ൽ 2 എത്ര തവണ പോകും? 7. 27. 27നെ 2 കൊണ്ട് പറ്റില്ല, 3 എന്ന അഭാജ്യ സംഖ്യയായിട്ട്.
27 എത്ര 3 പോവും? 3 9 27. 9നെയും 3 കൊണ്ട് ഹരിക്കുക. 9 എത്ര 3 പോകും? 3 9. 3 എത്ര 3 പോകും? 3നെ 3 കൊണ്ട് ഹരിക്കുക ഒരു പ്രാവശ്യം. അപ്പം നമുക്ക് 432 എന്നുള്ള എങ്ങനെ എഴുതാം? 1 2 3 4 4 തവണ 2ഉം അതുപോലെ 1 2 3 3 തവണ 3. ഇനി നമ്മൾ എന്ത് ചെയ്യണം? ഘടകങ്ങളെല്ലാം കണ്ടെത്തണം. ഇങ്ങനെയൊരു വന്നു കഴിഞ്ഞാൽ നമ്മൾ ഘടകങ്ങൾ എങ്ങനെയാണ് കണ്ടെത്തുക? നമ്മൾ ബോക്സ് വരയ്ക്കണം അല്ലേ? വലിയൊരു ബോക്സ് വരയ്ക്കുക. ഇവിടെ 432ൻ്റെയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ആദ്യത്തെ കോളം നമ്മൾ ഇത് 2ൻ്റെ ആണ്. അപ്പം ആദ്യത്തെ കോളം 1 എന്ന് വരും, അതായത് 2 ഇല്ല എന്നത്. അടുത്തത് ഒരു 2 2ആണ്. അടുത്തത് എന്താണ്? 2 2 എത്രയാണ്? 2 2 4ആണ്. അടുത്ത എത്രയാണ്? 3 2 ചേർന്നാൽ എത്രയാണ്? 1 2 2 4 8ആണ്. അടുത്ത എത്രയാണ്? 4 2 എത്രയാണ്? 2 2 4 4 2 8 ഇരട്ട് 16. അങ്ങനെ മുകളിലത്തെ കോളായി. താഴത്തെ കോളം 1. എന്താണ്? 3 ഇല്ല എന്നുള്ളതാണ് ആദ്യത്തെ കോളം. 3 ഇല്ല, അതിന് 1 എന്ന് കൊടുക്കും. അടുത്തതോ? ഒരു 3 എന്ന് വെച്ചാൽ അത് 3ആണ്. അടുത്തതോ? 2 3 ഗുണിച്ച് കഴിഞ്ഞാൽ എത്രയാണ്? 3 9ആണ്. അടുത്തതോ? 3 വെച്ചാൽ 3 9 27ആണ്. ഇനി നമ്മൾ കോളങ്ങൾ തമ്മിൽ ഗുണിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഘടകങ്ങളെല്ലാം കിട്ടും. ഒരു 1 1, ഒരു 2 2, ഒരു 4 4, ഒരു 8 8, ഒരു 16 16. അടുത്ത 3 കൊണ്ട് ഇതിനെ ഗുണിക്കുക. ഒരു 3 3, കാരണം ഇത് രണ്ടും ഒരേ സംഖ്യ വന്നുകൊണ്ട് നമുക്ക് വേണേൽ മോളിൽ ഗുണിക്കാം, അല്ലെങ്കിൽ ഇതിൽ ഗുണിക്കാം. 3 2 6, 4 3 12, 3 8 24, 3 16 48. ഇവിടെ ഒരു വേറെ ഉണ്ട്, ഇതിൻ്റെ ഇരട്ടി ആയിട്ടാണ് പോകുന്നത്. 3ൻ്റെ ഇരട്ടി 6, 6ൻ്റെ ഇരട്ടി 12, 12ൻ്റെ ഇരട്ടി 24, 24ൻ്റെ ഇരട്ടി 48. അങ്ങനെയാണ്. ഒരു 9 9, 2 9 18, 4 9 36, 9 8 എത്രയാണ്? 72, 9 16 144. എവിടെ നോക്കിക്കേ, ഇരട്ടിയാണ്. 9ൻ്റെ ഇരട്ടി 18, 18ൻ്റെ ഇരട്ടിയാണ് 36, അതിൻ്റെ ഇരട്ടി 72, 72ൻ്റെ ഇരട്ടി 144. അടുത്തത് അതുപോലെ നമുക്ക് എഴുതാം. ഒരു 27 27. ഇനി 27ൻ്റെ ഇരട്ടി എത്രയാണ്? 54, 54ൻ്റെ ഇരട്ടി 108, 108ൻ്റെ ഇരട്ടി 216, 216ൻ്റെ ഇരട്ടി 432. 432. 216ൻ്റെ ഇരട്ടി എത്രയാണ്? 432 അല്ലേ? യെസ്. അത് തന്നെയാണ് ഇവിടെ വരിക. അവസാനം ഒരേ നമ്പർ തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ ഇതിൻ്റെ ഘടകങ്ങൾ എന്ന് പറയുന്നത് ഏതൊക്കെയാണ്? ഘടകങ്ങൾ 1 2 4 8 16 3 6 12 24 48 9 18 36 72 144 27 54 108 216. ഇനി ഇതിനെ വേണമെങ്കിൽ ഘടകങ്ങൾ എന്ന് നമുക്ക് അസെൻഡിങ് ആണ്, ആരാണ് ചെറുതിൽ നിന്ന് വലുതിലേക്ക് എഴുതാം. ഇതൊക്കെയാണ് 1 2. പിന്നെ ഏതാണ്? ഇവിടെ 3 ഉണ്ട്, 3. ഇവിടെ 4 ഉണ്ട്, 4. 5 ഇല്ല, 6 ഉണ്ട്, 6. 7 ഇല്ല, 8 ഉണ്ട്, 8. പിന്നെ 12 ഉണ്ട്, 12. 16 ഉണ്ട്, 16. 24. ഇതിൻ്റെ ഇടയ്ക്ക് ഇവിടെ 9 ഉണ്ടായിരുന്നു കേട്ടോ.
9 9ഉണ്ട്, 18 ഉണ്ട് ഇവിടെ. 16 കഴിഞ്ഞാൽ 18. പിന്നെ ഏതാണ് അതിൻ്റെ? പിന്നെ 27. പിന്നെ 27 കഴിഞ്ഞാൽ അല്ല 24 ഉണ്ട്. 18 കഴിഞ്ഞാൽ 24, 24 കഴിഞ്ഞാൽ 27, 27 കഴിഞ്ഞാൽ 36, 36-നേക്കാളും വലുത് 48, 48-നേക്കാളും വലുത് 54, 54-നേക്കാളും വലുത് 72, അതിനേക്കാളും വലുത് 108, അതിനേക്കാളും വലുത് 144, 216, 432. ഇതൊക്കെയാണ് ഇതിൻ്റെ ഘടകങ്ങളായിട്ട് വരുന്നത്. ഓക്കെ, യെസ്, ഇതാണ് വരയ്ക്കേണ്ടത്. ഇങ്ങനെ വേണം വരയ്ക്കാൻ. അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അടുത്ത പ്രവർത്തനം നോക്കാം. പ്രവർത്തനം 6 ഒരു പൂന്തോട്ടമാണ്. പൂന്തോട്ടത്തിൻ്റെ നീളം 4.72 മീറ്റർ, അതുപോലെ വീതി 3.50 മീറ്ററാണ്. പൂന്തോട്ടത്തിൻ്റെ വീതിക്ക് തുല്യമല്ലാത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഏതാണ്? വീതി എന്ന് പറയുന്നത് 3.50 മീറ്റർ. ഇതിനെ ഭിന്നസംഖ്യാ രൂപത്തിൽ എഴുതിയിട്ടുണ്ട്. അപ്പം 3.50 ഏതൊക്കെ രീതിയിൽ നമുക്ക് ഭിന്നസംഖ്യയിൽ എഴുതാം? 3 ഒരു പൂർണ്ണസംഖ്യയാണ്. 3ഉം 50 പോയിന് ശേഷം 2 അക്കം ഉള്ളതുകൊണ്ട് 50/100 എന്ന രീതിയിൽ എഴുതാം. 3 50/100 എന്ന് എഴുതാം. മറ്റൊന്ന് 50ഉം 100ഉം 10ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് ഇത് രണ്ടും വെട്ടിക്കഴിഞ്ഞാൽ 3, ഈ 0 പോയാൽ 5, ഈ 0 പോയാൽ 10. 3 5/10 എന്ന് എഴുതാം. ഇതും ശരിയാണ്. ഇനിയും നമുക്ക് വെട്ടിക്കുറയ്ക്കാം. 3 5ഉം 10ഉം 5ൻ്റെ ഗുണിതങ്ങളായതുകൊണ്ട് 1 5 5, 2 5 10. അപ്പം 3 1/2 3.5 എന്ന് എഴുതാം. ഇതും ശരിയാണ്. ഇനി ഇതിനെ 3.50 പോയിന്റ് ഇല്ലാതെ എഴുതാം. 350 പോയിന്റിന് ശേഷം 2 അക്കം ആയതുകൊണ്ട് 2 പൂജ്യമുള്ള സംഖ്യ, അതേതാണ്? 100. 350/100. അപ്പോൾ 350/100. അതുപോലെ ഇത് രണ്ടിനും അവസാനം 0 വരുന്നുണ്ട്. അത് വെട്ടിയിട്ട് നമുക്ക് എഴുതാം. 35/10 എന്ന് വേണമെങ്കിൽ എഴുതാം. 35/10. ഇതിനെ 350/100, 35/10, 3 50/100, 3 5/10, 3 1/2. ഇതെല്ലാം ഈ ഒരു സംഖ്യയെ സൂചിപ്പിക്കുന്ന ഭിന്നസംഖ്യകളാണ്. അതിലപ്പോൾ ഇവിടെ നോക്കിയത് 3 50/100. 3 50/100 എന്ന് പറയുന്നത് തുല്യമല്ലാത്തതാണ് നമ്മൾ എഴുതേണ്ടത്. അപ്പോൾ ഇത് തുല്യമായതുകൊണ്ട് ഇത് ശരിയായ ഉത്തരമല്ല. പക്ഷെ ഇതിന് കറക്റ്റാണ്, ഇങ്ങനെ എഴുതാം. 3 5/10 കണ്ടോ? 3 5/10 എന്നുള്ളത് ശരിയായ ഒരു ഉത്തരമാണ്. അപ്പം അതും അല്ല നമ്മൾ എഴുതേണ്ടത്. 3 5/100. 3 5/100 അല്ല, 50/100 അപ്പം ഇതാണ് തെറ്റായിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പം കൊടുത്തിരിക്കുന്നത് തുല്യമല്ലാത്തത് 3 5/100 എന്നുള്ളതാണ്. അടുത്ത 350/100. നമുക്ക് 350/100 തുല്യമാണ്. ഇത് ഇവിടെ ഉത്തരമായിട്ട് വരില്ല. അപ്പം ശരിയായ ഉത്തരം തേർഡ് വണ്ണാണ്, 3 5/100 എന്നുള്ളതാണ്. ഇനി പൂന്തോട്ടത്തിന് ചുറ്റും കമ്പിവേലി കെട്ടിയാൽ വേലിയുടെ നീളം എത്ര? കമ്പിവേലി കെട്ടുക എന്ന് വെച്ചാൽ ഈ നീളം ഇത് ഇങ്ങനെ ചുറ്റിനും കെട്ടുന്നതാണ്. അപ്പം അങ്ങനെ കെട്ടുക എന്ന് വെച്ചാൽ നമ്മൾ പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവാണ് കണ്ടുപിടിക്കേണ്ടത്. എന്താണ് പൂന്തോട്ടത്തിൻ്റെ ചുറ്റളവ്? ചുറ്റളവ് കണ്ടുപിടിക്കേണ്ട സമവാക്യം എന്താണ്? പൂന്തോട്ടത്തിന് 2 ഗുണിക്കണം നീളം പ്ലസ് വീതി എന്നുള്ളതാണ്. 2 ഗുണിക്കണം നീളം പ്ലസ് വീതി. 2 ഗുണിക്കണം ഇവിടെ നീളം എത്രയാണ്? 4.72ഉം 3.50. 4.72 കൂട്ടുക, 3.50 കൂട്ടുക, അത്രയും മീറ്ററാണ് കൊടുത്തിരിക്കുന്നത്. അത് രണ്ടും കൂടി കൂട്ടി എത്ര വരും? 4.72ഉം 3.50 കൂടി കൂട്ടിയാൽ 2,
7 5 12 ശിഷ്ടം 1 4 5 3 8 8.22. അപ്പോൾ 2 ഗുണിക്കണം 8.22 മീറ്ററാണ്. ഇനി ഇത് ഗുണിക്കുക 8.22നെ 8.22നെ 2 കൊണ്ട് ഗുണിക്കുക. ഗുണിച്ച് നോക്കിയേ 8.22നെ 2 കൊണ്ട് ഗുണിച്ചാൽ 2 4 2 4.28 16 എത്ര 16.44 മീറ്റർ. ഇതിൻ്റെ ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? ഒരു കമ്പി കെട്ടിയാൽ അതിന് ചുറ്റളവ് 14.44. ഇനി ഇതല്ലാണ്ട് നമുക്ക് കണ്ടുപിടിക്കാം. ഇവിടെ 4.72 3.50, ഇവിടെയും 4.72 ആയിരിക്കും, ഇവിടെ 3.50 ആയിരിക്കും. ഇതെല്ലാം കൂടി കൂട്ടിയാലും മതി. അങ്ങനെ കൂട്ടുകയാണെങ്കിൽ നമുക്ക് കമ്പിക്ക് എത്ര മീറ്റർ നീളം വേണമെന്ന് കൂട്ടി നമുക്ക് കണ്ടുപിടിക്കാം. സമവാക്യം ഉപയോഗിക്കാതെ വേണമെങ്കിൽ നമുക്ക് ഇതിൻ്റെ ഉത്തരം കിട്ടും. ഈ 4 വശങ്ങളും കൂടി കൂട്ടിയാൽ മതി. 2 2 4, 7 5 12 7 19 5 24 4 ശിഷ്ടം 2 4 2 6 6 3 9 9 4 13 3 16 16.44. ശരിയാണ്. ഇവിടെ നമുക്ക് 16.44 സാർ ഇവിടെ ഉത്തരം എഴുതിയപ്പോൾ മാറിപ്പോയി. 16.44 ഇവിടെ കിട്ടിയ അതേ ഉത്തരം തന്നെ 16.44. അപ്പോൾ നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും ചുറ്റളവ് 2 ഗുണിക്കണം നീളം പ്ലസ് വീതി എന്ന രീതിയിൽ ചെയ്താലും 16.44 എന്ന ഉത്തരം കിട്ടും. അതല്ലെങ്കിൽ സൈഡുകളെല്ലാം കൂട്ടിയാണെങ്കിൽ നമുക്ക് 16.44 എന്നുള്ള ഉത്തരം കിട്ടും. അപ്പം പൂന്തോട്ടത്തിന് ചുറ്റും കമ്പി വേലി കെട്ടിയാൽ 16.44 മീറ്റർ കമ്പി വേണം. ഇനി പൂന്തോട്ടത്തിന് പരപ്പളവ് ആണ്. പരപ്പളവ് എന്ന് വെച്ചാൽ എന്താണ്? അതിൻ്റെ ഉത്തരം നീളം ഇൻറ്റു വീതി എന്നാണ്. ഏതൊരു ചതുരത്തിൻ്റെയും പരപ്പളവ് കണ്ടുപിടിക്കാനുള്ള സമവാക്യം എന്താണ്? നീളം ഗുണിക്കണം വീതി എന്നാണ്. ഇവിടെ നീളം നമുക്കറിയാം 4.72 മീറ്ററിനെ 3.50 മീറ്റർ കൊണ്ട് ഗുണിച്ചാൽ മതി. അപ്പോൾ ഗുണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? പോയിന്റ് ഇല്ലാതെ ഗുണിക്കുക. 472നെ 350 കൊണ്ട് ഗുണിക്കുകയാണ് ചെയ്യുന്നത്. 0 0 0 25 10 0 ശിഷ്ടം 1 57 35 1 36 6 ശിഷ്ടം 3 14 20 3 23 3 2 6 37 21 1 ശിഷ്ടം 2 3 12 12 2 14 0 0 6 12 2 ശിഷ്ടം 1 3 4 1 5 4 2 6 1 165 200. ഗുണിച്ച കറക്റ്റ് തന്നെയാണല്ലേ? 0 5 10 0 57 30 0 ശിഷ്ടം 1 57 35 1 36 6 ശിഷ്ടം 3 14 20 23 23 ഓക്കെ 23 6 37 21 1 ശിഷ്ടം 2 3 12 2 14 0 0 6 12 2 ശിഷ്ടം 1 4 1 5 4 2 6 ഓക്കെ. ഇനി പോയിന്റ് ഇടണം. ഇവിടെ ചോദ്യത്തിൽ പോയിന്റ് ശേഷം ഇവിടെ 2 അക്കവും ഇവിടെയും 2 അക്കം. ഇപ്പോൾ പോയിന്റ് ശേഷം ഒട്ടാകെ 1 2 3 4 അക്കം വരണം. ഉത്തരത്തിൽ അതുപോലെ പോയിന്റ് ശേഷം 4 അക്കം, അവസാനത്തെ 4 അക്കം പോയിന്റിന് ശേഷം വരേണ്ടതാണ്. 1 2 3 4. അതാണ് 16.5200 മീറ്ററും കൂടി ഗുണിച്ചാൽ ചതുരശ്ര മീറ്റർ എന്ന് വേണം എഴുതാം. അല്ലെ 16.52 അവസാന പോയിന്റ് ശേഷമുള്ള അവസാനത്തെ 0 ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. മീറ്ററും ഗുണിച്ചാൽ മീറ്റർ സ്ക്വയർ എന്ന് വേണമെങ്കിൽ നമുക്ക് എഴുതാം. ഇതിൻ്റെ ഉത്തരം എത്രയാണ്? 16.52 ചതുരശ്ര മീറ്ററിലെ മീറ്റർ സ്ക്വയർ ആണ്. നമുക്കിത് 16.52 ചതുരശ്ര മീറ്റർ അല്ലെ മീറ്റർ സ്ക്വയർ. ഇതാണ് നമ്മുടെ 6ാമത്തെ പ്രവർത്തനത്തിൻ്റെ ഉത്തരം. ഓക്കെ, ആദ്യത്തിൻ്റെ ഉത്തരം തേർഡ് വൺ, രണ്ടാമത്തേൻ്റെ ഉത്തരം 16.44 മീറ്റർ
മൂന്നാമത്തേൻ്റെ ഉത്തരം 16.52 മീറ്റർ സ്ക്വയർ. ഇനി നമ്മൾ പ്രവർത്തനം 7 ചെയ്യാൻ പോകുന്നത്. നമുക്ക് നോക്കാം 7 എന്താണെന്ന്. 7 എന്താണ്? ഇവിടെ ഒരു സംഖ്യകൾ തന്നിട്ടുണ്ട്, അതിന് അഭാജ്യ സംഖ്യകൾ ഗുണനഫലമായി എഴുതാൻ പറഞ്ഞിട്ടുണ്ട്, എഴുതിയാൽ തന്നിട്ടുണ്ട്, ഘടകങ്ങളുടെ എണ്ണവും തന്നിട്ടുണ്ട്. നമ്മളോട് ഒന്നാമത് പറഞ്ഞിരിക്കുന്നത് പട്ടിക പൂർത്തിയാക്കുക എന്നുള്ളതാണ്. 15നെ 3 × 5, 3 ഒരു തവണ, 5 ഒരു തവണ, അപ്പം 1 കൂട്ടിയാൽ 2, ഇതിനോടൊന്ന് കൂട്ടിയാൽ 2, 2 2 4 ഘടകങ്ങൾ. 21നെ നമ്മൾ 3 × 7, 2 × 2 4, അതായത് 3ന് 3 ഒരു തവണ, 7 ഒരു തവണ. ഈ 1 കൂട്ടിയാൽ 2, ഈ 1 കൂട്ടിയാൽ 2, അങ്ങനെ 2 2 4. 24 2 എത്ര തവണയാണ്? 2 3 തവണയുണ്ട്, 3 ഒരു തവണയും. 3നോടൊന്ന് കൂട്ടിയാൽ 4, 1 കൂട്ടിയാൽ 2, 2 4 8. 40നെ എഴുതിയിട്ടുണ്ട്, 2 × 2 × 2. 2 3 തവണയാണ്, അതുപോലെ 5 ഒരു തവണയും. 3നോടൊന്ന് കൂട്ടിയാൽ 4, 1 കൂട്ടിയാൽ 2, ആ 2 8. ഇനി 48. 48നെ നമ്മൾ അഭാജ്യ സംഖ്യകളുടെ ഫലമായിട്ട് എഴുതണം. അപ്പം 48നെ ആദ്യം നമ്മൾ ഹരിക്കുക, 48നെ 2 കൊണ്ട് ഹരിക്കുക. 48ൻ്റെ പകുതി 24, വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 24ൻ്റെ പകുതി 12, വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 12ൻ്റെ പകുതി 6, വീണ്ടും 2 കൊണ്ട് ഹരിക്കുക. 6ൻ്റെ പകുതി 3. 3നെ 2 കൊണ്ട് പറ്റില്ല, 3 കൊണ്ട് ഹരിക്കുക 1. ഇതിനെ നമുക്ക് 2 2 2 2 4 വേണം. 2 × 2 × 2 × 2 4 തവണയും, അതുപോലെ 3 ഒരു തവണയും. അപ്പോൾ എങ്ങനെ എഴുതും? 2 എത്ര തവണയാണ്? 2 4 തവണയും, 3 ഒരു തവണയും. 4നോടൊന്ന് കൂട്ടിയാൽ ഇവിടെ നമ്മൾ 5 ഗുണിക്കണം. 3നോടൊന്ന് കൂട്ടിയാൽ 2, 5 10. ഇങ്ങനെയാണ് വരിക. 5 ഗുണിക്കണം 2 = 10 എന്നാണ് ഇവിടുത്തെ ഉത്തരം. 5 ഗുണിക്കണം 2 = 10. ഇവിടെ 4 ഗുണിക്കണം 2 = 8. ഇതാണ് അതിൻ്റെ ഉത്തരം. അങ്ങനെയാണ് നമ്മൾ ആ പട്ടിക പൂർത്തിയാക്കുന്നത്. ഇനി 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകളുടെ ഗുണനഫലമായി വരുന്ന സംഖ്യകൾക്ക് എത്ര ഘടകങ്ങൾ ഉണ്ടായിരിക്കും? 2 വ്യത്യസ്ത അഭാജ്യ സംഖ്യകൾ ഇത് ഇവിടെ കാണാം. 3 5 2 വ്യത്യസ്തമായ അഭാജ്യ സംഖ്യകളാണ്. 3 ഒരു അഭാജ്യ സംഖ്യ, 5 ഒരു അഭാജ്യ സംഖ്യ. ഇതിൻ്റെ ഗുണനഫലത്തിൽ എത്ര ഘടകങ്ങളുണ്ട്? 4. 3 7, 3 ഒരു അഭാജ്യ സംഖ്യയാണ്, 7 ഒരു അഭാജ്യ സംഖ്യയാണ്. ഇത് നമ്മളുടെ ഗുണിച്ച് കഴിഞ്ഞാൽ ഘടകങ്ങൾ എത്രയാണ്? 4. ഇപ്പോൾ 2 വ്യത്യസ്തമായ അഭാജ്യ സംഖ്യകൾ ഗുണിച്ച് കഴിഞ്ഞാൽ അവയുടെ ഘടകങ്ങളുടെ എണ്ണം എത്രയാണ്? ഇവിടെ തന്നിട്ടുണ്ട് കൃത്യമായിട്ട്. എത്രയാണ്? 4 ആയിരിക്കും. ഇനി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായി വരുന്ന സംഖ്യകൾ. ഒറ്റ സംഖ്യയായിട്ട് വരുന്ന സംഖ്യ. ഒറ്റ സംഖ്യയായിട്ട് വരുന്ന സംഖ്യകൾ എന്ന് പറയുന്നത് ഒരേ സംഖ്യ റിപ്പീറ്റ് ചെയ്യും. 2 2 4, 3 9, 4 16, 5 25, 6 36, 7 49, 8 64, 9 81. അപ്പം ഇവിടെ ഒറ്റ സംഖ്യകളായിട്ടുള്ള ഇത് 3 9, അതുപോലെ 7 49, പിന്നെ 5 25. ഈ 3 സംഖ്യകൾക്കാണ് അഭാജ്യ സംഖ്യകളുടെ എണ്ണം എന്തായിട്ട് വരുന്നത്? ഒറ്റയായിട്ട് വരുന്നത്. ഇതൊന്നും ഒറ്റയല്ല, ഇതൊക്കെ ഇരട്ട സംഖ്യകളാണ്. പിന്നെ 9 9 വെച്ചാൽ 3ൻ്റെ ഗുണിതമായതുകൊണ്ടാണ് അതിൽ വരാത്തത്. അപ്പം ഏതൊക്കെയാണ്? 3 5 7 49, അതായത് 9 25 49. അപ്പോൾ ഇവിടെ അതുണ്ടോ? 40ന് പറ്റില്ല, 51 ഇല്ല, 65 ഇല്ല. പിന്നെ ഏതിനാണ് പറ്റുന്നത്? 49-നാണ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ ഘടകങ്ങളുടെ എണ്ണം ഒറ്റ സംഖ്യയായി വരുന്നത് ഏതാണ്? 7 7 49ൻ്റെ ആണ് ഒറ്റ സംഖ്യയായിട്ട് വരുന്നത്. ഓക്കെ, അപ്പം ഇങ്ങനെയാണ് നമ്മുടെ പ്രവർത്തനം 7 ചെയ്യേണ്ടത്. ഇനി നമുക്ക് പ്രവർത്തനം 8 എന്താണ്?
എട്ടാമത്തതും അവസാനത്തതുമായ പ്രവർത്തനം എന്താണെന്ന് നോക്കാം. ദീപുവിൻ്റെ കയ്യിൽ 14.34 ഗ്രാം 11.52 ഗ്രാം തൂക്കമുള്ള 2 സ്വർണ്ണ നാണയങ്ങളുണ്ട്. 2 സ്വർണ്ണ നാണയത്തിൻ്റെയും കൂടി ആകെ തൂക്കം എത്ര? അപ്പോൾ ഈ 2 സ്വർണ്ണ നാണയത്തിൻ്റെ ആകെ തൂക്കം കണ്ടുപിടിക്കാൻ നമുക്കത് രണ്ടും കൂടി കൂട്ടിയാൽ മതി. 14.34 11.52 കൂട്ടിയാൽ 2 സ്വർണ്ണ നാണയത്തിൻ്റെയും കൂടി തൂക്കം നമുക്ക് കിട്ടും. 4 2 6 5 3 8 .41 5 1 1 2 എത്രയാണ്? 25.86 25.86 ഗ്രാം സ്വർണമാണ് ആകെ ഉള്ളത്. അടുത്തത് 1 ഗ്രാം സ്വർണത്തിൻ്റെ വില 5400 രൂപയാണ്. 1 ഗ്രാമിന് 5400 രൂപയാണെങ്കിൽ സ്വർണ്ണ നാണയത്തിൻ്റെ ആകെ വില എത്ര? അവൻ്റെ കയ്യിൽ 25.86 ഗ്രാം ഉണ്ട്. അപ്പോൾ അതിന് എത്ര രൂപയാണ്? അപ്പോൾ 25.86 എന്തുകൊണ്ട് ഗുണിക്കണം? 5400 കൊണ്ട് ഗുണിക്കണം. 5400 നമ്മൾ 25.86 25 പോയിൻ്റ് ഇടാതെ ഗുണിക്കുക, 86 കൊണ്ട് ഗുണിക്കുക. നമുക്ക് അതിൻ്റെ ഉത്തരം കിട്ടും. നോക്കാം. 6 0 0 6 0 0 6 4 24. ഇതിന് നമുക്ക് ഗുണിക്കാനൊരു മാർഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ 25.86 54 കൊണ്ട് ഗുണിക്കുക. അവസാനത്തെ ഈ 2 പൂജ്യമില്ലേ, അത് ആ ഉത്തരത്തിൻ്റെ അവസാനം കൂട്ടിച്ചേർത്താൽ മതി. ഓക്കെ, അങ്ങനെ ഗുണിക്കുമ്പോൾ എളുപ്പമാണ്. സ്റ്റെപ്പ് പറയാം. 6 4 24 4 ശിഷ്ടം 2 4 8 32 4 32 2 34 4 ശിഷ്ടം 3 I 4 20 3 23 3 ശിഷ്ടം 2 24 8 8 2 10 I 6 30 0 ശിഷ്ടം 3 I 8 40 3 43 3 ശിഷ്ടം 4 I 5 25 4 29 9 ശിഷ്ടം 2 25 10 2 12 4 4 3 3 6 9 2 1 3 1. ഇനി ഈ അവസാനമുള്ള 2 പൂജ്യം കൂടി ഇടുക. എന്നിട്ട് എന്ത് ചെയ്യണം? അപ്പോൾ അതിന് ശേഷം 2 കുത്തല്ലേ. അപ്പോൾ അവസാനത്തെ ഇവിടെ എത്ര രൂപ വരുമെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 1 3 9 6 4 4 2 0. ഇവിടെ നമ്മൾ ഗുണിച്ചപ്പം 25.86 പോയിന്റിന് ശേഷം 2 അക്കം ഉണ്ടായിരുന്നു. 2 അക്കം പോയതിന് ശേഷം ഉള്ള അവസാനത്തെ 2 പൂജ്യത്തിൽ പോകും. ഇപ്പോൾ ഇവിടുത്തെ വില എന്ന് വെച്ചാൽ 10 100 1000 10000 ലക്ഷം. 1,39,644 രൂപ എന്ത് വേണം? ഇത്രയും സ്വർണം മേടിക്കാൻ വേണം. ഇനി 2 നാണയം ഉരുക്കി തുല്യ ഭാരമുള്ള 3 മോതിരങ്ങൾ നിർമ്മിച്ചാൽ ഒരു മോതിരത്തിൻ്റെ ഭാരം എത്രയായിരിക്കും? 2 നാണയം കൂടി ഉരുക്കി കഴിഞ്ഞാൽ 25.86 കിട്ടുക. ഇത്രയും ഗ്രാം തന്നെയാണ് കിട്ടുക ഉരുക്കിയാൽ. അപ്പം 3 മോതിരം. അപ്പം ഇതിനെ 3 ഭാഗങ്ങളാക്കുന്നു. ഒരു മോതിരത്തിൻ്റെ ഭാരം എത്രയാണ്? അപ്പോൾ ഇതിനെ 3 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. 25.86 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. 25.86 എത്ര കൊണ്ട് ഡിവൈഡ് ചെയ്യണം? 3 കൊണ്ട്. 25 എത്ര 3 പോവും? 8 24. 5 4 കുറച്ചാൽ 1 2 2 കുറച്ചാൽ 0. അടുത്ത സംഖ്യ ഇറക്കി എഴുതുന്നതിന് മുമ്പ് നമ്മൾ മോളിൽ കുത്തിടുക. അതിന് ശേഷം 8 ഇറക്കി എഴുതുക. 18 എത്ര 3 പോവും? 3 6 18. 8 8 പോയ 0, 1 1 പോയ 0. അടുത്ത 6 ഇറക്കി എഴുതുക. 6 എത്ര 3 പോവും? 23 6. 6 6 കുറച്ചാൽ 0. എത്രയാണ് ഒരു മോതിരം ഉണ്ടാവുക? 8.62. ഒരു മോതിരം 8.62 ഗ്രാം ഉണ്ടാവും. ആണ് 8.62 ഗ്രാം. അത് നമ്മൾ എന്താ ചെയ്തത്? 25.86 3 കൊണ്ട് ഹരിച്ച് 3 ആയിട്ട് ഭാഗിച്ചു. ഓക്കെ, ഇവിടെ നമ്മൾ എന്താ ചെയ്തത്?
400-നെ 25.86 കൊണ്ട് ഗുണിച്ച് ഇപ്പോൾ കിട്ടിയ വില കിട്ടി. വില കിട്ടി, ഒരു മോതിരത്തിൻ്റെ ഭാരം കിട്ടി, ആകെ തൂക്കം കിട്ടി. അപ്പോൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ പ്രവർത്തനം 8 പൂർത്തിയായി. അതോടുകൂടി നമ്മുടെ ഈ ഒരു ചോദ്യപേപ്പർ 2023-24 വർഷത്തെ 6ാം ക്ലാസ് ഗണിതത്തിൻ്റെ ചോദ്യപേപ്പറാണ് വിശദീകരിച്ചത്. എല്ലാവർക്കും മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു.